നിങ്ങൾ കഴിച്ചു എന്നുള്ളതുകൊണ്ട് ഞാനത് കഴിക്കണം. ഞാൻ രാവിലെ മുതൽ അലഞ്ഞ് ഓരോ ആവശ്യങ്ങൾക്ക് നടന്ന് തെണ്ടി തിരിഞ്ഞ് മനുഷ്യൻ കഷ്ടപ്പെട്ട് വരണതാണ്. ഇത്തിരി മീൻകറിയും ചോറും കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തുപോയി കഴിച്ചോളാം. എന്നാ പിന്നെ നിങ്ങൾ മീൻ മേടിച്ചിട്ടുണ്ടോ? ഞാനിപ്പോ വെട്ടി കഴുകി കറി വെച്ച് തരാം. പിന്നെ അതിന് ഞാൻ ഈ പാതിരാത്രി മീൻ വാങ്ങിക്കാൻ നടക്കയില്ലേ. ഏലേലം തോണിയിൽ വന്നൊരു പെയ്യൻകാര വർക്ക്ഷോപ്പിന്റെ അവിടെ ഒരു പുതിയ ഫിഷ് ഹബ് തുടങ്ങി. എന്തിനിട്ട് ഇത്രയും വലുത് മേടിച്ച ഫ്രിഡ്ജിൽ പോലും കയറൂലേ ഇത് പണ്ടാരം? ഫ്രിഡ്ജ് വെക്കാനല്ല, ഇത് ഇപ്പൊ തന്നെ വറുത്തരച്ച് കറി വെക്കണം, കുറച്ച് വറക്കണം. ഇതിനെ ഫ്രിഡ്ജ് വെച്ചിട്ട് അതിനെ നിങ്ങൾ മറ്റേ ഡെഡ് ബോഡി ആയിട്ട് പിന്നെ തിന്നിട്ട് കാര്യമില്ല. ഇത് ചൂടോടെ ഇപ്പൊ റെഡിയാക്കിയാൽ കൊള്ളാം. ഇപ്പോഴോ? പിന്നെ അല്ലാതെ ഈ ഉണക്ക ചാമ്പാറും കൂട്ടി മനുഷ്യൻ എങ്ങനെ തിന്നുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു സാമ്പാർ വല്ലേ ഉള്ളു. പിന്നെ ഈ രാത്രി ഞാനിപ്പോ മേലൊക്കെ കഴുകി നൈറ്റിയൊക്കെ മാറിയതാ. വേറെ പണി നോക്കും. എന്തൊരു വർത്താനം വെച്ചപ്പോ ഞാൻ പിന്നെ എങ്ങനെയാണെങ്കിൽ പിന്നെ നീ എല്ലടി വലിയ വായിൽ പറഞ്ഞത് പോയി വാങ്ങിച്ചോണ്ട് വന്ന് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞ അതിപ്പോ നമ്മളൊരു താളത്തിൽ പറയണതാ. ഇപ്പൊ തന്നെ വെക്കാൻ വേണ്ടിട്ടാണോ അത്? താളത്തിൽ തന്നല്ലേ വന്നത്. ഇത് എനിക്ക് പറ്റൂല. ഇങ്ങനെയൊക്കെ രാത്രിയൊക്കെ വെക്കണോന്നുണ്ടെങ്കിൽ അത് വെട്ടി കഴുകിതാക്കിക്കൊണ്ട് തന്നെ അന്നം. പിന്നെ രാത്രി കട അടയ്ക്കുമ്പോ വെട്ടി കൊടുത്തില്ല. വില കുറച്ച് തന്നില്ലേ? അച്ഛൻ തർക്കം വേണ്ട, ഞാൻ ഇത് കൊണ്ട് കളയാം. കാര്യം തീർന്നു. 100 രൂപ വെച്ചാൽ മതിയല്ലോ. വേണ്ട, ലില്ലിനോട് പറ. എന്നാലും നിനക്ക് വെക്കാൻ വയ്യ അല്ലേ തങ്കം? ഓ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂല. പിന്നെ എനിക്കാണ് വിശക്കണത്, അല്ല അവനല്ല. ഞാൻ പിന്നെ നിന്റെ അടുത്തല്ല, ഞാൻ അവളോട് പറയണോ? ഞാൻ വലിയ വായിലവള് പറഞ്ഞു മീന് കിട്ടിയെങ്കിൽ ഇപ്പൊ ഞാനങ്ങ് മലത്തി കളഞ്ഞു. കിട്ടിയപ്പോ ആകോ അയ്യ. നിങ്ങക്ക് നിങ്ങളുടെ പെങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂലല്ലോ. പക്ഷെ എനിക്ക് ആ കുഴപ്പമില്ല. കണ്ട എന്നാലും അവളെ കൊണ്ടുപോവാണ്. അത് പിന്നെ ഈ പുറത്തൊക്കെ മീനും കാര്യങ്ങളും നാറ്റുമൊക്കെ വരില്ലേ, അതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരെന്ത് ചെയ്യണം? എല്ലാ ജോലിയും ഒതുക്കിയിട്ട് കിടക്കാൻ നേരത്ത് കുളിച്ചിട്ട് കിടക്കണം. നേർത്താഴ്ച വരും. നേർത്താഴ്ച? അതേതാഴ്ച? ഞായറാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച. ഇതിനകത്ത് ഏത് വരും നേർത്താഴ്ച? പുതുതായിട്ട് അപ്ഗ്രേഡ്. എടാ, നേർത്താഴ്ച എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചകൾ കൂട്ടത്തിൽപ്പെട്ടതല്ല. നമ്മൾ ഈ സമയം തെറ്റി കുളിച്ചാലേ ഈ നീരിറങ്ങും, തലനീര്. അതിനാണ് നേർത്താഴ്ച എന്ന് പറയുന്നത്. അതിന് നീരെന്നൊക്കെ പറഞ്ഞപ്പോ ഈ ആഴ്ച താഴ്വാരെന്നൊക്കെ വന്നിട്ട് വല്ല കാര്യമുണ്ട്. പിന്നെ പോടാ. ഇതിപ്പോ 1-ാം പാലും 2-ാം പാലും എല്ലാം കൂടിയല്ലേ? ആ, ഒറ്റപ്പാല്. അയ്യോ, ഭയങ്കര വയറ്റ് ഭാഗ്യം തന്നെ കേട്ടാ. ഭാഗ്യം നിങ്ങൾക്കല്ലേ? അല്ല, എവിടെ ഇവിടുത്തെ വനിതകൾ എവിടെ? അവരെല്ലാം താഴെ വേറൊരു തിരക്കിട്ട പണിപ്പുര. ഭാഗ്യം. ഇപ്പൊ തൽക്കാലം അവരെ വിളിക്കണ്ട, കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ മതി. നിങ്ങൾ കുടങ്ങാവളക്കാർ മാത്രമല്ല, അനന്തരവും മനസ്സിലാച്ച അമ്മാവൻ സാധനം കൊണ്ടുവന്നിരിക്കും. ഈ അമ്മച്ചി ഇപ്പൊ ആവാം. മസാല പിടിക്കട്ടെ ഇതിനകത്ത്, അപ്പോഴത്തേക്ക് നമുക്ക് കറിയാക്കാം. ദൈവമേ, അവർക്ക് എല്ലാം നോക്കിയിരിക്കുമായിരിക്കും. അമ്മായി, കറിവേപ്പിലിട്ടുണ്ടായിരുന്നു ഇതിന്റെ പുറത്ത്. മീൻ തിളച്ച് വരുന്നു മോളെ, കൊണ്ടുവന്നോ? ഒന്ന് കലക്കാതെ ഒന്ന് ഇങ്ങനെയൊക്കെ. ഇനി ഒന്ന് തിളച്ചിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കെടുത്ത് വാ, എന്നാ കറി. ഞാൻ അത്താഴം വേണ്ട വെച്ചിരിക്കുകയാണ്. ഉഗ്രൻ കുഴിമന്തി അമ്മ മേടിച്ചുകൊണ്ടെന്നാ, സൂപ്പർ. കുറച്ച് ആളുകളുടെ അമ്മ കുഴിമന്തി മേടിച്ചാൽ പറ്റിച്ചു. പക്ഷെ ഇന്ന് ഞെട്ടിപ്പോയി കേട്ടോ. ഇതേടെ ഈ മീനും സാധനങ്ങളൊക്കെ ഫ്രിഡ്ജ് കയറ്റിക്കോ. നാളെ എടുക്കാം. നാളെ മറ്റന്നാളൊക്കെ എടുക്കാം. ചിക്കനും മീനും ഇല്ലാണ്ട് ഒരുമിച്ചൊക്കെ ഇരിക്കുന്നത്.